എന്നെ സംബന്ധിച്ച് എന്തിനാണ് ജീവിക്കുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് വായിക്കുക എന്നുള്ളത്. നിരൂപകൻ ആരുടെ മുകളിലല്ല, നിരൂപകൻ സ്രഷ്ടാവാണ്. തച്ചുടയ്ക്കുന്ന ആളെ ഒരു കൊട്ടുപടിയുമായി രാവിലെ പ്രവേശിച്ച് ഉടച്ചു കളയുന്ന ഒരാളൊന്നുമല്ല, അങ്ങനെ സംഹാരോദ്യുക്തനോ ഒന്നുമല്ല. എഴുത്തുകാരൻ തൊഴിലാളി വർഗത്തെക്കുറിച്ച് എഴുതണം, വിപ്ലവത്തെക്കുറിച്ച് എഴുതണം. എഴുത്തുകാരൻ ഏത് ചേരിയില്ലെന്ന ചോദ്യം ചോദിച്ചു. ദുഷ്ടനായ മുതലാളി, ശിഷ്ടനായ തൊഴിലാളി, ഈ ഇക്വേഷൻ പല രൂപങ്ങളിൽ സാഹിത്യത്തിൽ ആവർത്തിക്കുകയും കക്ഷി രാഷ്ട്രീയത്തിന് ആവശ്യത്തിന് സാഹിത്യത്തെ ഉപയോഗിക്കുന്നതിലേക്ക് പുരോഗമന സാഹിത്യ സംഘം അധപ്പതിക്കുന്നു. മലയാളത്തിലെ പുതിയ നോവലുകൾ വായിച്ചാൽ ആരെങ്കിലും വന്ന് നിന്നെ ഒന്ന് സിനിമയാക്കണേ എന്നുള്ള ഒരു നിലവിളി കേൾക്കാം. ഒരു വിൽപ്പന സമൂഹത്തിന് തൻ്റെ ചരക്കിനെ വിൽക്കാൻ വയ്ക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് എഴുത്തുകാരാണ്, പ്രസാധകരല്ല. നമ്മുടെ മാനസികമായ വളർച്ചയെ സഹായിക്കുന്ന നല്ല ഭക്ഷണമാണ് ലിറ്റററി ഫിക്ഷൻ. ആരെങ്കിലും എഴുതിയ 10 ലേഖനം കുത്തിക്കെട്ടി എഡിറ്ററിന് പേര് വയ്ക്കൽ എഡിറ്റിങ്ങല്ല. ഇനി എന്താണ് PK-യുടെ തയ്യാറെടുപ്പ്? ഏതിലേക്കുള്ളതാണ് ആ നോട്ടം? ഇനിയിപ്പം മരിക്കാനാണ് തയ്യാറെടുക്കേണ്ടത്. ശരിക്ക് ആത്മാവിൽ പ്രകാശം ചൊരിയുന്ന പുസ്തകങ്ങൾ വായിക്കാൻ ഇനി സമയമില്ലല്ലോ എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഏക ദുഃഖം എന്ന് പറഞ്ഞങ്ങ് മരിച്ചുപോയി. വളരെ കുറച്ച് സമയമാണല്ലോ പടച്ചോനെ അനുവദിച്ചിട്ടുള്ളത്.